ഞാൻ ഗ്ലാഡ്മിന, അക്കാഡമിക് കൗൺസിലർ, ഇഗ്നോ ആസി കൊച്ചിൻ. ഇന്നത്തെ നമ്മുടെ ക്ലാസ് BPCC 131 ഫൗണ്ടേഷൻസ് ഓഫ് സൈക്കോളജി. നമ്മൾക്ക് 5 ബ്ലോക്കാണുള്ളത്. അതിൽ 4ാമത്തെ ബ്ലോക്ക് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻ്റലിജൻസ്. അതിൽ യൂണിറ്റ് 7 പേഴ്സണാലിറ്റി ആണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്ന ലെസൺ. പേഴ്സണാലിറ്റി യൂണിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന് പേഴ്സണാലിറ്റിയുടെ ഡിഫറെൻറ്റ് ഡെഫിനിഷൻസ് മനസ്സിലാക്കുക, പേഴ്സണാലിറ്റിയുടെ നേച്ചർ മനസ്സിലാക്കുക, പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചില സിദ്ധാന്തങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെ പേഴ്സണാലിറ്റി നമുക്ക് അസസ് ചെയ്യാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ യൂണിറ്റിലൂടെ മനസ്സിലാക്കുന്നത്. ആദ്യം ഇൻട്രൊഡക്ഷൻ. പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡ് പേഴ്സോണ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ഈ പേഴ്സണ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം മാസ്ക് എന്നാണ്. മാസ്ക് എന്നാണ് അർത്ഥം. ഇപ്പം ഗ്രേസിയോ റോമൻ തിയേറ്റർ പ്ലേസിൽ ആക്ടേഴ്സ് അവര് മാസ്ക് ഉപയോഗിക്കാറുണ്ട്. അപ്പം ഓരോ ക്യാരക്ടർ മാറുന്നതിനനുസരിച്ച് അവരുടെ മാസ്ക് മാറ്റിക്കൊണ്ടിരിക്കും. അപ്പം ആ ഒരു വാക്കിൽ നിന്നാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്ക് വന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ ബിഹേവിയർ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റം എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല. അതുപോലെ നമുക്ക് എപ്പോഴും പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കാറില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു ഞാൻ അല്ലെങ്കിൽ വേറൊരു വ്യക്തിയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ പേഴ്സണാലിറ്റിയിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയാറ്. ഇപ്പൊ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ മാത്രം എന്ന് നമ്മൾ പറയാം, യുണീക്ക് ആയിട്ടുള്ളതും അതുപോലെ റിലേറ്റീവ്ലി സ്റ്റേബിൾ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ. എപ്പോഴും നമ്മളുടെ പെരുമാറ്റങ്ങൾ ഒരേപോലെ ഇരിക്കില്ല, പക്ഷെ എന്നാൽ കൂടി ഏകദേശം കുറച്ചൊരു സ്റ്റേബിൾ പാറ്റേണിൽ വന്നിരിക്കുന്ന നമ്മുടെ ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഇമോഷൻസ്, ഇതിനെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് നമ്മളുടെ ഒരു വ്യക്തിത്വം നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത്. സോ പേഴ്സണാലിറ്റി ഈസ് ആൻ ഇൻഡിവിജ്വൽസ് യൂണീക്ക് ആൻഡ് റിലേറ്റീവ്ലി സ്റ്റേബിൾ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, തോട്ട്സ് ആൻഡ് ഇമോഷൻസ്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ പോയിന്റ് ആണ്. പേഴ്സണാലിറ്റിയിലെ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. സോ പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു ഡിസ്റ്റിങ്റ്റീവ് ആട്രിബ്യൂട്ട്സ് ഓഫ് എ പേഴ്സൺ ദാറ്റ് ക്യാരക്ടറൈസ് ഹിം ഓർ ഹെർ. അപ്പം ആ വ്യക്തിയുടെ സ്വന്തം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മാത്രമുള്ളതാണ് അവരുടെ ആ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ. അപ്പം ഒരു വ്യക്തിയെ പോലെ വേറൊരു വ്യക്തി ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തപ്പെട്ടിട്ടാണ് വേറൊരു വ്യക്തി ഇരിക്കുന്നത്. അപ്പം ആ രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്, ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഏതൊക്കെ കാര്യത്തിൽ? നമ്മുടെ ചിന്തകളിൽ, നമ്മളുടെ ഫീലിങ്സ്, വികാരത്തിൽ, അതുപോലെ നമ്മളുടെ പെരുമാറ്റത്തിൽ. ഇങ്ങനെ ഒരു ഡിഫറൻസ് നമ്മളിൽ ഉണ്ടാവുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദിസ് പേഴ്സണാലിറ്റി. ഇപ്പൊ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 2 ഡയമെൻഷൻസ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒന്ന് യുണീക്നെസ്, അതായത് എന്നെ പോലെ വേറൊരു വ്യക്തി ഇല്ല. ഓക്കെ. ദെൻ ഇൻഡിവിജ്വാലിറ്റി, അപ്പം എനിക്ക് ഉള്ള ഒരു രീതി വേറൊരു വ്യക്തിക്കില്ല എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് വരുന്നത്. പിന്നെ അടുത്തത് ഡിസ്റ്റിങ്റ്റീവ്നെസ്. അപ്പൊ ഡിസ്റ്റിങ്റ്റീവ്നെസ് എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ എനിക്ക് ഉള്ള ഒരു രീതി വേറൊരു വ്യക്തിക്ക് വരുന്നില്ല. എനിക്കുള്ളത് കുറച്ച് സ്റ്റേബിൾ ആയിട്ട് ഇരിക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ്. അതാണ് നമ്മൾ പേഴ്സണാലിറ്റിയിൽ പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഇൻഡിവിജ്വാലിറ്റി, ദെൻ ഡിസ്റ്റിങ്റ്റീവ്നെസ്. പിന്നെ വരുന്നത് കൺസിസ്റ്റൻസി. അപ്പൊ ഞാൻ ഇപ്പൊ പെരുമാറുന്ന പോലെ തന്നെ ആയിരിക്കും ഏകദേശം എൻ്റെ എന്തെങ്കിലും എല്ലാം പെരുമാറ്റങ്ങൾ ജീവിതകാലം മുഴുവൻ എൻ്റെ കൂടെ ഉള്ളതായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു സോഷ്യബിൾ ആയിട്ടുള്ള ഒരു ബീയിങ് ആണെങ്കിൽ, അപ്പൊ ചെറുപ്പം മുതലേ നമുക്ക് അറിയാൻ പറ്റും അവരുടെ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ ലെവൽ എങ്ങനെയാണെന്ന്. അത് ജീവിതകാലം മുഴുവൻ നമ്മളുടെ കൂടെ ആ ഒരു സോഷ്യൽ ഇന്ററാക്ഷൻ അല്ല ആ ഒരു പാറ്റേൺ ഓഫ് ഇന്ററാക്ഷൻ നമ്മളുടെ കൂടെ ഉണ്ടാവും. പിന്നെ ചില ലേണിംഗ് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചില കോംപ്ലിക്കേഷൻസ് ലൈഫിൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാറ്റമായിരിക്കും. പക്ഷെ ബേസിക് അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് സോഷ്യബിൾ ബീയിങ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് പേഴ്സണാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില ഡെഫിനിഷൻസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നമ്മൾ പറയാറുള്ളത് ഗോർഡൻ ഓൾപോർട്ടിന്റെ ഡെഫിനിഷൻ ആണ്. സോ പേഴ്സണാലിറ്റി ഈസ് എ ഡൈനമിക് ഓർഗനൈസേഷൻ within the individual of those psychophysical systems that determine his or her unique adjustment with the environment. ഇതാണ് ഏറ്റവും എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതും ഏറ്റവും ഒരു വേറിട്ട് നിൽക്കുന്നതുമായ ഒരു ഡെഫിനിഷനാണിത്. സോ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു യുണീക്ക് പാറ്റേൺ ഓഫ് ട്രേറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രത്യേക സ്വഭാവം, ആ പ്രത്യേക സ്വഭാവങ്ങളിലെ ഒരു കൂട്ടായ്മയാണ് നമ്മളൊരു പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ. അത് റിലേറ്റീവ്ലി എൻഡ്യൂറിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ബിഹേവിയർ ആൻഡ് തോട്ട് വിച്ച് ഡിഫറൻഷിയേറ്റ് വൺ ഇൻഡിവിജ്വൽ ഫ്രം അനദർ. നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് അവരുടെ
പെരുമാറ്റത്തിലും അതുപോലെ അവരുടെ ചിന്തകളിലും വരുന്ന വ്യത്യാസങ്ങളിൽ നിന്നാണ്. അപ്പൊ ആ ഒരു പാറ്റേൺ ഓഫ് ട്രേഡ്സ് അല്ലെ ആ ഒരു പാറ്റേൺ ഓഫ് സ്വഭാവം എന്ന് പറയുന്നത് വേറൊരു വ്യക്തിക്ക് ഉണ്ടാവുന്നില്ല. ഓക്കെ, ഇനി ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്വഭാവങ്ങൾ, അതിനാണ് നമ്മൾ ട്രേഡ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ട്രേഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ഒരു വ്യക്തി, അതായത് ഒരു സോഷ്യബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ ആ വ്യക്തിയെ മറ്റുള്ളവരുടെ ഇന്ററാക്ട് ചെയ്യുമ്പോഴും അതുപോലെ അവരോട് സംസാരിക്കുമ്പോഴും അവരുടെ പെരുമാറ്റത്തിലും ഒക്കെ നമുക്ക് ഈ ഒരു ട്രേറ്റ് അവിടെ കാണാൻ സാധിക്കും. അഗ്രസീവ്നെസ് എന്ന് പറയുന്ന ആ ഒരു ട്രേറ്റ് അവിടെ കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഇൻട്രൊഡക്ഷനും അതുപോലെ ഡെഫിനിഷൻ, നേച്ചർ. അടുത്തത് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി. എങ്ങനെയാണ് നമ്മൾക്ക് ഒരു പേഴ്സണാലിറ്റിയെ ഏതൊക്കെ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവത്തിന് നമുക്ക് ഏതൊക്കെ എക്സ്പ്ലനേഷൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, ഏർലി തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ ഫിസിക്കൽ അപ്പിയറൻസിനായിരുന്നു കൂടുതൽ ഒരു കൺസേൺ വെച്ചിരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ രീതി, അതായത് ബോഡി ടൈപ്സ് വെച്ചിട്ട് ആ വ്യക്തി ഏത് തരത്തിലുള്ള ഒരു വ്യക്തി, ഏത് സ്വഭാവക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതായിരുന്നു. അപ്പം അതില് ഫ്രാൻസ് ജോസഫ് ഗാളിന്റെ ഒരു പ്രൊപ്പോസിഷൻ അനുസരിച്ച് നമ്മളുടെ സ്കള്ളില് ചെറിയ ചെറിയ ഇങ്ങനെ ബംസ് പോലെ, അപ്പൊ ഇങ്ങനെ ചെറിയൊരു മുഴകൾ പോലെ ആ തലയുടെ ഷേപ്പ് അനുസരിച്ച് ആ വ്യക്തിയുടെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ഫ്രാൻസ് ജോസഫ് ഗാളിന്റെ ഒരു പ്രൊപ്പോസിഷൻ. ദെൻ അതിനുശേഷം വില്യം ഹെർബർട്ട് ഷെൽഡന്റെ പ്രൊപ്പോസിഷൻ അനുസരിച്ച് നമുക്ക് പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ബോഡി ടൈപ്പ് വെച്ചിട്ടാണ് എന്നായിരുന്നു. അപ്പൊ അതിൽ എക്ടോമോർഫ്, എൻഡോമോർഫ്, മീസോമോർഫ്. എക്ടോമോർഫ് എന്ന് പറയുമ്പോൾ വളരെ ലീൻ അതുപോലെ തിൻ ആയിട്ടുള്ള ആളുകൾ. അപ്പം അവരുടെ ഒരു സ്വഭാവം പോലെ ആയിരിക്കില്ല എൻഡോമോർഫ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ. അപ്പൊ എൻഡോമോർഫ് എന്ന് പറയുമ്പോൾ ഹൈ ബോഡി ഫാറ്റ് ആൻഡ് റൗണ്ടഡ് ഫിസിക് ഉള്ള ആളുകളായിരിക്കും. അതുപോലെ മീസോമോർഫ് എന്ന് പറയുമ്പോൾ വെൽ ബിൽറ്റ് ആൻഡ് മസ്കുലർ ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ഇങ്ങനെ ഓരോ ബോഡി ടൈപ്സ് അനുസരിച്ചിട്ട് അവരുടെ ട്രേറ്റ്സിലും വ്യത്യാസം ഉണ്ടാവും, അവരുടെ സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാവും എന്നുള്ളതാണ് വില്യം ഹെർബർട്ട് ഷെൽഡൻ പറഞ്ഞത്. സോ ഈ അപ്രോച്ചിന് വേറൊരു പേര് കൂടിയുണ്ട്, സൊമാറ്റോളജി. അത് കഴിഞ്ഞ് പിന്നീട് വന്ന പുതിയ പുതിയ ഐഡിയാസ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊന്നും അത്ര സയന്റിഫിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ അല്ല എന്നും, പിന്നീട് ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റിയുടെ എക്സ്പ്ലനേഷനെ നമ്മളത് ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്തത്. സോ ഇനിയിപ്പം അടുത്ത ഒരു സയന്റിഫിക് മെത്തേഡിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന പേഴ്സണാലിറ്റിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനാണ് ഇനി അടുത്ത് ശ്രമിക്കുന്നത്. സോ ഇതിൽ ആദ്യം പറയുന്നത് ഫ്രോയിഡ്സിന്റെ ഒരു പേഴ്സണാലിറ്റി തിയറിയാണ്. സിഗ്മണ്ട് ഫ്രോയിഡ് ബേസിക്കലി ഒരു ഫിസിഷ്യൻ ആയിരുന്നു. പിന്നെ സൈക്കോ അനലിറ്റിക് തിയറി ഓഫ് പേഴ്സണാലിറ്റി, നമ്മൾ സൈക്കോളജി പഠിക്കുന്നവരാകുമ്പം അവർക്ക് ഏറ്റവും ഫാസിനേഷൻ തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും സിഗ്മണ്ട് ഫ്രോയിഡ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ഇദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്സ് ആണ്. സോ അതിൽ എങ്ങനെയാണ് നമ്മൾ ഡ്രീംസിനെ വിലയിരുത്തുക, എങ്ങനെയാണ് അത് നമ്മളുടെ ഒരു അൺകോൺഷ്യസ് ഒരു റോഡ് വേ അല്ലെങ്കിൽ ഒരു റോയൽ വേ ടു അൺകോൺഷ്യസ്നെസ് എന്നാണ് ഡ്രീംസിനെ അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ഒരു സെൻട്രൽ പോയിന്റ് ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ നമ്മളുടെ അൺകോൺഷ്യസ് മെന്റൽ പ്രോസസ്സസ് ആണ് നമ്മളുടെ ഒരു കോൺഷ്യസ് അവയർനെസ്സിൽ നിന്ന് വിട്ടിട്ടുള്ള അൺകോൺഷ്യസ് മെന്റൽ പ്രോസസ് ആണ് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ്. സോ അതിൽ ഡിഫറെന്റ് നമ്മൾക്ക് അൺകോൺഷ്യസ് ആയിട്ടുള്ള നമ്മുടെ ഡിസയേഴ്സ്, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ മോട്ടിവേഷൻ, ഇതെല്ലാമാണ് ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ നിയന്ത്രിക്കുന്നതും നിർണ്ണയിക്കുന്നതും എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ്. ഇദ്ദേഹം പറയുന്നത് അനുസരിച്ച് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ സച്ച് ആസ് അഗ്രഷൻ ആൻഡ് സെക്ഷൽ ഡിസയേഴ്സ് ഓൾസോ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ പേഴ്സണാലിറ്റി. അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് ഒരു ബിറ്റർ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മോട്ടീവ്സ്, ദെൻ ബിറ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിറ്റർ അല്ലെങ്കിൽ പോലും ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് നമ്മളുടെ ലൈഫിനെ ഒത്തിരി എഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഏത് പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഘടകം ആണെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുകയും അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളെല്ലാം ചെയ്തിരിക്കുന്നത് ഫ്രോയിഡ് ആണ് ഫസ്റ്റ് ടൈം. So in order to explain how our psyche works,
ഫ്രോയിഡ് പ്രപ്പോസ്ഡ് 3 കാര്യങ്ങളാണ് ഇദ്ദേഹം മെയിൻ ആയിട്ട് പറഞ്ഞത്. ഒന്ന് ടോപ്പോഗ്രഫിക്കൽ മോഡൽ ഓഫ് ദ സൈക്ക് എന്ന് പറയുന്നത് മൈൻഡ് എന്നാണ് അർത്ഥം. ദെൻ എ സ്ട്രക്ചറൽ മോഡൽ ഓഫ് അവർ പേഴ്സണാലിറ്റി, ദെൻ സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ സൈക്കോ സോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ്, പക്ഷെ അതല്ല, സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് എന്നാണ്, തിരുത്തണം. ദെൻ അടുത്തത് ആദ്യം നമ്മൾ പഠിക്കുന്നത് ടോപ്പോഗ്രഫിക്കൽ മോഡൽ ഓഫ് സൈക്കിയാണ്. സോ ഇദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് നമ്മളുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് 3 ലെവലാക്കി തിരിക്കാം. അതിനകത്ത് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഇങ്ങനെ 3 ലെവൽസ് ആണ് പറയുന്നത്. അതിൽ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളുടെ കറന്റ് ഇൻഫർമേഷൻ എന്താണോ അത് നമ്മൾ ഏറ്റവും അവെയർ ആയിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ആക്ഷൻസ് ഓഫ് വിച്ച് യു ആർ അവെയർ അറ്റ് ദ വെരി മൊമെന്റ്. സോ ഇന്ന് നമ്മൾ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാണ് ഒരു കോൺഷ്യസ് മൈൻഡ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ പ്രീ കോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് മൈൻഡ്, അതാണ് രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത്. ദ മൈൻഡ് ഡീൽസ് വിത്ത് ഓൾ ദോസ് ഇൻഫർമേഷൻസ് ഫോർ വിച്ച് യു ആർ നോട്ട് കറന്റ്ലി അവെയർ ബട്ട് ക്യാൻ ബിക്കം only if you pay attention. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു കടയിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് പാല് വാങ്ങിക്കുന്ന കാര്യം ഞാൻ മറന്നു പോയിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഇറങ്ങി വന്നപ്പോൾ അവിടെ പാലിന്റെ ഒരു ഫുൾ പാക്കറ്റ് ഇരിക്കുന്നത് കണ്ടപ്പോഴും അയ്യോ ഞാൻ പാല് വാങ്ങിച്ചില്ലല്ലോ എന്ന് നമ്മൾ ഓർത്തെടുക്കുന്നു. സോ അതൊരു കോൺഷ്യസ് അവയർനെസ്സിൽ ഉണ്ടായില്ല, പക്ഷെ നമ്മളുടെ ഒരു പെട്ടെന്ന് നമ്മൾ ആ ഒരു അറ്റൻഷൻ എടുക്കണം എന്ന് ഓർക്കുമ്പോഴും അത് വരുന്ന ഒരു സ്റ്റേജ് ആണ് പ്രീ കോൺഷ്യസ് ഓർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അടുത്തത് ലാസ്റ്റ് ലെവൽ ഓഫ് മൈൻഡ് ആണ്. ഇത് അൺകോൺഷ്യസ് ലെവൽ ഓഫ് മൈൻഡ്. ദിസ് പാർട്ട് ഓഫ് മൈൻഡ് സ്റ്റോർസ് ദോസ് സോഷ്യലി അൺഅക്സെപ്റ്റബിൾ നീഡ്സ്, ഡിസയേഴ്സ്, മോട്ടിവേഷൻസ് ഓർ ഫീലിംഗ്സ് ഫോർ വിച്ച് യു ആർ അൺഅവെയർ ഓഫ്. അപ്പൊ നമ്മളുടെ ഒരു കോൺഷ്യസ് അവെയർനെസ്സിൽ ഇല്ലാത്തതും നമ്മൾക്ക് ഓർത്തെടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് അൺകോൺഷ്യസ് ലെവലിൽ നിൽക്കുന്നതെന്നാണ്. അപ്പൊ അത് സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു നീഡോ അല്ലെങ്കിൽ ഡിസയർ ആയിരിക്കാം, ഒരു അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൽ ഡിസയർ ആയിരിക്കാം, അങ്ങനെയുള്ള മോട്ടിവേഷൻസ് ആയിരിക്കാം, ഫീലിങ്സ് ആയിരിക്കാം. പക്ഷെ അതിനെക്കുറിച്ച് നമ്മൾ അൺഅവെയർ ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനുമാണ്, നമുക്കത് ഓർത്തെടുക്കാനും പറ്റാത്തൊരു സ്റ്റേജ് ആണ്. സോ ഇങ്ങനെ 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് ആണ് നമുക്കുള്ളത്. So first conscious mind, then pre-conscious or subconscious stage, then last level of mind unconscious. അപ്പൊ ഇങ്ങനെ മൈൻഡിന് 3 ലെവൽസ് ഉണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അടുത്തത് സ്ട്രക്ചറൽ മോഡൽ ഓഫ് പേഴ്സണാലിറ്റി. ഇപ്പൊ പേഴ്സണാലിറ്റി ഇദ്ദേഹം പറയുന്നത് അനുസരിച്ച് നമുക്ക് 3 സ്ട്രക്ചേഴ്സ് ആണ് മെയിൻ, 3 എലമെന്റ്സ് ആണ് പേഴ്സണാലിറ്റിയിൽ വരുന്നത്. ഒന്ന് ഇഡ്, രണ്ടാമത്തെ ഈഗോ, മൂന്നാമത്തെ സൂപ്പർ ഈഗോ. ഓക്കെ, ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ബേസിസ് ഉള്ള ഒരു എലമെന്റ് അല്ല, മറിച്ച് ഇത് കോൺസെപ്റ്റ്സ് ആണ്. നമുക്ക് ഇഡിനെയോ ഈഗോനെയോ അല്ലെങ്കിൽ സൂപ്പർ ഈഗോനെയോ നമുക്ക് ബ്രെയിനിലോ അങ്ങനെ എവിടെയെങ്കിലും നമുക്കൊന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പക്ഷെ ഇത് ഒരു കൺസെപ്റ്റ്സ് ആണ്. സോ ആദ്യത്തെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇഡ് ആണ്. സോ ഇഡ് എന്ന് പറയുമ്പം അൺകോൺഷ്യസ്ലി പേഴ്സണാലിറ്റിയുടെ ഒരു അൺകോൺഷ്യസ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇഡ്. സോ ഇറ്റ് ഡീൽസ് വിത്ത് ബേസിക് ഇൻസ്റ്റിങ്സ്, ബയോളജിക്കൽ നീഡ്സ് ആൻഡ് അഗ്രസീവ് ഇമ്പൾസസ്. ഇത് ഹ്യൂമൻ പേഴ്സണാലിറ്റിയുടെ ഒരു പ്രിമിറ്റീവ് പാർട്ട് എന്ന് നമുക്ക് പറയാം ഇഡിനെ. അപ്പോൾ ഇത് ബർത്ത് മുതലേ നമ്മളുടെ കൂടെ ഉള്ള ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിൽ വരുന്നതാണ് ഇഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും, ഈ 3 എലമെന്റ്സ്, പേഴ്സണാലിറ്റി 3 എലമെന്റ്സ് എപ്പോഴും നമ്മളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം. സോ ഇതിനകത്ത് ഇഡ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലഷർ പ്രിൻസിപ്പിൾ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നതിലും എന്തെങ്കിലും ഒരു പ്ലഷർ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എനിക്ക് വേദന കുറഞ്ഞു കിട്ടുന്നുണ്ടോ, ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒരു സമയവും നോക്കാതെ കാലവും നോക്കാതെ ഞാൻ അത് ഗ്രാറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കും. അതാണ് ഇഡിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. So the aim of the id is to gratify one's need immediately without considering the moral values of the society and the individual. ഓക്കെ, സോ അപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്, ഞാൻ ജോലിക്ക് പോകുന്ന വ്യക്തി ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു അഡിക്റ്റ് ആയ ഒരു വ്യക്തിയാണ്, ഒരു ആൽക്കഹോൾ അഡിക്റ്റ് ആണെന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോകണം എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ പോകുന്ന വഴി ഒരു ബിവറേജോ അല്ലെങ്കിൽ ബാറോ കാണുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകാനായിട്ട് എൻ്റെ ഒരു ചിന്ത വരുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇഡ് ഇമ്പൾസ്. അപ്പം ഇഡ് പറയുന്നു എനിക്ക് നീ എവിടെ പോയാൽ നിനക്ക് പ്ലഷർ കിട്ടും എന്ന് ഇഡ് പറയുന്നു. ആ ഇഡിന്റെ ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. ഓക്കെ, സോ അതാണ് ഇഡ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ പേഴ്സണാലിറ്റിയിലെ ഇഡ് എന്ന് പറയുന്ന പാർട്ട് വർക്ക് ചെയ്യുന്നത്. സോ ഇഡിന് 2 ഫോഴ്സസ് ആണ്
ഈറോസ് ആൻഡ് താനറ്റോസ്. അപ്പം ഈറോസ് എന്ന് പറയുന്നത് എപ്പോഴും സർവൈവലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ആ സമയം താനറ്റോസ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റ് വരുന്നതാണ്. അപ്പം നമ്മളുടെ ഓരോ വ്യക്തിയിലും ഈ പറഞ്ഞ സർവൈവൽ അല്ലെങ്കിൽ ഒരു ലൈഫ് ഫോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡെത്ത് ഫോഴ്സും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഡെത്ത് ഫോഴ്സ് എപ്പോഴും ഒരു വയലൻസിലേക്കോ അല്ലെങ്കിൽ അഗ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു ഹെയ്റ്റിലേക്കോ നമ്മളെ എത്തിക്കുന്നു. ആ സമയം ഈറോസ് എന്ന് പറയുന്നത് നമുക്കൊരു സെക്ഷൽ ഡിസയർ അല്ലെങ്കിൽ റിപ്രൊഡക്ഷൻ ഡിസയർ അല്ലെങ്കിൽ ഒരു പെയിൻ അവോയ്ഡൻസിലേക്ക് നമ്മൾ എത്തിക്കുന്നു. സോ എന്താണെങ്കിലും ഇഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് രീതിയാണ്, ഒന്ന് ഈറോസും ഒന്ന് താനറ്റോസും. അടുത്തത് ഈഗോ ആണ്. ഈഗോ എന്ന് പറയുന്നത്, ഈഗോ എപ്പോഴും വർക്ക് ചെയ്യുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ്. അപ്പം എനിക്ക് മദ്യപിക്കണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ബാറിലേക്കോ ബിവറേജിലേക്കോ എത്തണമെന്ന് എനിക്ക് തോന്നുന്ന സമയത്ത്, ഇല്ല നിനക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ, നീ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലേ രാവിലെ ഇറങ്ങിയത് എന്ന് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് നമ്മളുടെ ഈഗോയാണ്. സോ ഈഗോ വർക്ക്സ് ഓൺ റിയാലിറ്റി പ്രിൻസിപ്പിൾസ്, ഡിലേയിങ് ഇറ്റ്സ് ഗ്രാറ്റിഫിക്കേഷൻ until an appropriate and more realistic situation is not found. അപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നത് വരെ, അല്ലെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാവുന്നത് വരെ നമ്മളുടെ ഇതിന്റെ ഗ്രാറ്റിഫിക്കേഷനെ ഡിലേ ചെയ്തുകൊണ്ട് റിയാലിറ്റി പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുകയാണ് ഈഗോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി ഒരു ഐസ്ക്രീം, റെഫ്രിജറേറ്ററിൽ ഇരിക്കുന്ന ഐസ്ക്രീം എടുത്ത് കഴിക്കണമെന്ന് ചിന്തിക്കുന്നു. അപ്പൊ ചിന്തിക്കുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇഡിന്റെ ഒരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് കഴിക്കാൻ ചിന്തിക്കുന്നത്. പക്ഷേ അച്ഛൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ അമ്മയുടെ അടുത്തുനിന്നോ പേരൻസിൽ നിന്ന് പെർമിഷൻ ഇല്ലാതെ ഐസ്ക്രീം എടുത്താൽ എന്നെ പണിഷ് ചെയ്യും എന്ന് പറയുമ്പോൾ അവിടെ ഈഗോ ആണ് കുട്ടിയെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്രാറ്റിഫിക്കേഷൻ കൊടുക്കാതെ ഈഗോ ആണ് നമ്മളെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്. സോ ഈഗോ ആണ് ഒരു ഡിസിഷൻ മേക്കിംഗ് കമ്പോണന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈഗോ ആണ്. If ego would not be able to resolve the conflicts between the impulsive demands of the id and realistic demands of this world, then it would lead to the development of anxiety. അപ്പം ഇഡിന് അവിടെ പവർ കൂടുകയും ഈഗോയുടെ പവർ കുറയുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇഡിന്റെ ആ ഒരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അത് പിന്നീട് ഈഗോ ഒരു റിയലിസ്റ്റിക് വേൾഡിൽ നിന്നുകൊണ്ട് അതിനെ ചിന്തിക്കുമ്പോൾ അത് നമുക്ക് പിന്നീട് ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സും ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് വരും. അടുത്തത് സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഒരു മോറൽ മാസ്റ്റർ അല്ലെങ്കിൽ മോറൽ ഗുരു ഓഫ് അവർ പേഴ്സണാലിറ്റി എന്ന് നമുക്ക് സൂപ്പർ ഈഗോയെ പറയാം. അപ്പം ഇവിടെ 10 വയസ്സുള്ള കുട്ടി പെർമിഷൻ ചോദിച്ചു, പെർമിഷൻ ചോദിക്കണമെന്ന് അറിയാം. ആ പെർമിഷൻ ചോദിക്കണം എന്ന് പറയുന്ന ആ ഒരു ചിന്ത വരുന്നത് സൂപ്പർ ഈഗോയിൽ നിന്നുകൂടിയാണ്. അപ്പം ഒരു മോറലി കറക്റ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് പെർമിഷൻ ചോദിക്കുന്നത് ആണ് എന്നുള്ളൊരു മനസ്സിലാക്കൽ വരുന്നത് സൂപ്പർ ഈഗോയുടെ ഒരു ഇൻഫ്ലുവൻസ് കൂടിയാണ്. അപ്പോൾ ജോലിക്ക് പോകുന്ന സമയത്ത് നീ ജോലിക്ക് പോയി പൈസ കിട്ടിയാൽ അല്ലെങ്കിൽ ശമ്പളം കിട്ടിയാലാണ് നിന്റെ കുടുംബം നന്നായിട്ട് പോകത്തുള്ളൂ എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഒരു മോറൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മോറൽ എത്തിക്സ് എന്താണെന്ന് നമ്മളെ പറയുക, നമ്മൾ ചിന്തിപ്പിക്കുന്നത് സൂപ്പർ ഈഗോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പം ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അപ്പൊ ഇഡ് എന്ന് പറയുന്നത് പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്, ഈഗോ എന്ന് പറയുന്നത് റിയാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മൊറാലിറ്റി പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണ്. സോ അപ്പം ഈഗോ ആണ് നമ്മളുടെ ഇഡിന്റെയും സൂപ്പർ ഈഗോന്റെയും ഡിമാൻഡ്സിന്റെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും ഈഗോയാണ്. ഇതാണ് അതിൻ്റെ ഒരു മോഡൽ, പേഴ്സണാലിറ്റി സ്ട്രക്ചറിന്റെ ഒരു മോഡലാണ്. അതിൽ ഒരു ഐസ്ബെർഗുമായിട്ട് നമ്മൾ ഇതിനെ താരതമ്യപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. അതിനകത്ത് കോൺഷ്യസ് വേൾഡ് എന്ന് പറയുന്നത്, കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് വളരെ കുറച്ച് പോർഷൻ ആണ് വരുന്നത്, കോൺടാക്ട് വിത്ത് ഔട്ട്സൈഡ് വേൾഡ്. അതിനുശേഷം അതിൻ്റെ താഴെ വരുന്നത് പ്രീ കോൺഷ്യസ് ലെവലാണ്, മെറ്റീരിയൽ ജസ്റ്റ് ബിനീത്ത് ദി സർഫസ് ഓഫ് അവെയർനെസ്. പക്ഷെ നമ്മൾക്ക് ഒന്ന് ചിന്തിച്ചെടുത്താൽ അല്ലെങ്കിൽ നമ്മളൊരു അറ്റൻഷൻ കൊടുത്താൽ നമ്മൾക്ക് അത് കോൺഷ്യസ് ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അടുത്തത് അൺകോൺഷ്യസ് ലെവൽ, അതാണ് ഏറ്റവും കൂടുതലായിട്ട് ഇരിക്കുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് ലെവലാണ്. ഡിഫിക്കൽട്ട് ടു റിട്രീവ് മെറ്റീരിയൽ വെൽ ബിലോ ദ സർഫസ് ഓഫ് അവെയർനെസ്. ഇങ്ങനെയാണ് 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ് പറയുന്നത്. അതുപോലെ ഈഗോ, സൂപ്പർ ഈഗോ, ഇഡ് എന്ന് പറയുന്നത് എപ്പോഴും പ്ലഷർ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് അൺകോൺഷ്യസ് ലെവലിൽ തന്നെയാണ്. ഈഗോ എന്ന് പറയുന്നത് കുറച്ച് കോൺഷ്യസ് ലെവലിലുണ്ട്, പിന്നീട് കുറച്ച്
പ്രീ കോൺഷ്യസ് ലെവലിലും അൺകോൺഷ്യസ് ലെവലിലും ആയിട്ടാണ് കിടക്കുന്നത്. സൂപ്പർ ഈഗോയുണ്ട്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ ഒരു മോറൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സോഷ്യൽ കമ്പണന്റ് ആണ് അതിനകത്ത് വരുന്നത്. സൂപ്പർ ഈഗോയിൽ രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് കൺസൈൻസ്, ദെൻ ഈഗോ ഐഡിയൽ. ഇങ്ങനെ രണ്ട് എലിമെന്റ്സ് ആണ് സൂപ്പർ ഈഗോയിൽ വരുന്നത്. ദെൻ അടുത്തത് ഈഗോ ഡിഫെൻസ് മെക്കാനിസം. ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ സിറ്റുവേഷൻ വരുമ്പോഴും നമ്മളുടെ ഇമേജിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഡിഫെൻസ് മെക്കാനിസത്തിനെയാണ് ഈഗോ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. So according to Freud, the sole aim of employing these ego defense mechanism is to protect our psyche from anxiety or to protect our self-image. For example, repression എന്ന് പറയുന്നത് unconscious denial of impulses or memories that are too frightening or painful. നമുക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള മെമ്മറീസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓർമ്മകളെ നമ്മൾ തള്ളിവിടുക, അതായത് അൺകോൺഷ്യസ് ലെവലിലേക്ക് നമ്മൾ തള്ളിവിടുന്ന ഒരു പ്രോസസ്സിനെയാണ് റിപ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒത്തിരി ചെറുപ്പത്തിൽ ഒത്തിരി ബാറ്റേർഡ് ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പം ഒരുപാട് അടി കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് പണിഷ്മെന്റ് ഒക്കെ കിട്ടിയിട്ടുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അവര് ഒരു 7 വയസ്സിന് താഴേക്കുള്ള ഓർമ്മകൾ അവർക്ക് ഉണ്ടാവില്ല. സോ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അവരുടെ ഒരു ആങ്സൈറ്റി ലെവൽ കുറച്ച് അവരുടെ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഡിഫെൻസ് മെക്കാനിസം അവരെടുക്കുന്നത്. സോ ദാറ്റ് ഈസ് റിപ്രഷൻ എന്നാണ് പറയാം. അടുത്തത് റാഷണലൈസേഷൻ എന്ന് പറയുമ്പോൾ സോഷ്യലി ഡിസൈറബിൾ മാനറിലേക്ക് നമ്മളുടെ ബിഹേവിയറിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന ഒരു ഡിഫെൻസ് മെക്കാനിസമാണ് റാഷണലൈസേഷൻ. റിയാക്ഷൻ ഫോർമേഷൻ, അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഇമ്പൾസസ് വരുമ്പോൾ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് കാണിക്കുന്ന ഒരു ബിഹേവിയർ ആണ് റിയാക്ഷൻ ഫോർമേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് നമ്മളുടെ ബോസിനെ ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ ബോസ് വരുമ്പോൾ നമ്മൾ സംസാരിക്കുന്നു, ചിരിച്ച് വർത്തമാനം പറയുന്നു, വളരെ വാം ആയിട്ടുള്ള നമ്മളൊരു ബിഹേവിയർ നമ്മൾ കാണിക്കുന്നു. സോ ദാറ്റ് ഈസ് റിയാക്ഷൻ ഫോർമേഷൻ. അടുത്തത് പ്രൊജക്ഷൻ. അപ്പം എൻ്റെ അൺഡിസൈറബിൾ ആയിട്ടുള്ള നമ്മളുടെ എന്തെങ്കിലും ക്വാളിറ്റീസ് കാണുമ്പം അത് മറ്റുള്ളവർക്കാണ് ആ ക്വാളിറ്റീസ് ഉള്ളത് എന്ന് പറഞ്ഞ് പ്രൊജക്റ്റ് ചെയ്ത് വരുന്ന ഒരു മെക്കാനിസമാണ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പത്തിലുള്ള ഒരു ബിറ്റർ എക്സ്പീരിയൻസ് പറയുമ്പം അതിന് നമ്മൾ അതിനെ ഇന്റലക്ച്വൽ ടേംസ് വെച്ചിട്ട് പറയുകയും നമ്മളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ എഫക്ട്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഇതിനെ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിനാണ് ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് ഡിനയൽ എന്ന് പറയുന്നത് ഡിനൈങ് ദാറ്റ് ആൻ അൺപ്ലസന്റ് റിയാലിറ്റി എക്സിസ്റ്റ്. അപ്പം നമ്മളൊരു മദ്യപാന രോഗി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ അങ്ങനെ മദ്യപിക്കാറില്ല എന്ന് പറയുന്നത്, അങ്ങനെ നമ്മൾ പറഞ്ഞ് നമ്മളുടെ ആങ്സൈറ്റി അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുകയും നമ്മളുടെ സെൽഫ് ഇമേജിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന മെക്കാനിസമാണ് ഡിനയൽ എന്ന് പറയുന്നത്. അടുത്ത ഡിസ്പ്ലേസ്മെന്റ്, ട്രാൻസ്ഫറൻസ് ഓഫ് വിഷസ് ഓർ ഡിസൈർസ് ഫ്രം ദെയർ ഒറിജിനൽ ഓബ്ജെക്ട് ഓർ പേഴ്സൺ ടു അനദർ ഓബ്ജെക്ട് ഓർ പേഴ്സൺ. നമ്മൾ പഴഞ്ചൊല്ലായിട്ട് പറയാറുണ്ട്, അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന് പറയാറുണ്ട്. സോ ആ ഒരു പ്രോസസ്സാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ബോസിനോട് നമുക്കൊരു ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്ടക്കുറവ് അവരോട് കാണിക്കാതെ കുറച്ചും കൂടി സേഫർ ആയിട്ടുള്ള ഒരു പേഴ്സണിലേക്കോ ഒബ്ജക്റ്റിലേക്കോ നമ്മളത് മാറ്റി ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ദേഷ്യം പ്രകടിപ്പിച്ച് നമ്മളൊരു ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഈഗോ ഡിഫെൻസ് മെക്കാനിസംസ്. അടുത്തത് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. അപ്പോൾ ഫ്രോയിഡ് പറയുന്ന അനുസരിച്ച് നമുക്ക് ഓരോ വ്യക്തിക്കും ഒരു 5 സ്റ്റേജ് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ ഓരോ സ്റ്റേജിലും നമുക്ക് ഓരോ പ്ലഷർ പോയിന്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓരോ വ്യക്തിയും അല്ലെങ്കിൽ ആ ഒരു കുട്ടി റിസോൾവ് ചെയ്യുന്ന ചില കോൺഫ്ലിക്ട്സ് ഉണ്ട്. ആ കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് ഹെൽത്തി ആയിട്ട് നമ്മൾ ചെല്ലുന്നുള്ളൂ. ആ കോൺഫ്ലിക്ട് റിസോൾവ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു ഫിക്സേഷൻ സംഭവിക്കും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ്. സോ അതിനകത്ത് ആദ്യത്തെ സ്റ്റേജ് പറയുന്നത് ഓറൽ സ്റ്റേജ് ആണ്. ബർത്ത് മുതൽ 18 മാസം വരെയാണ്. സോ 1.5 വയസ്സ് വരെയാണ്. ഒരു കുട്ടി ജനിച്ചാൽ 1.5 വയസ്സ് വരെയുള്ള ഒരു ക്രിട്ടിക്കൽ പീരീഡിനെയാണ് നമ്മൾ ഓറൽ സ്റ്റേജ് എന്ന് അദ്ദേഹം പറയുന്നത്. സോ ആ ഓറൽ സ്റ്റേജിൽ അവർക്ക് ആ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഒരു പ്ലഷർ കിട്ടുന്ന ഒരു സോഴ്സ് എന്ന് പറയുന്നത് മൗത്ത് ആണ്. സോ അപ്പോൾ ചിൽഡ്രൻ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ദെയർ കെയർ ഗിവേഴ്സ്, എസ്പെഷ്യലി മദർ. സോ അപ്പം അവിടെ കുട്ടിക്ക് ഒരു പ്ലഷർ കിട്ടുന്നത് സക്ക് ചെയ്യുന്നതിലൂടെ, അതുപോലെ സ്വാളോയിങ്, ഈ 2 രീതിയിലാണ് അവർക്ക് ആ ഒരു പ്ലഷർ കിട്ടുന്നത്. അവിടെ ഓവർ ഗ്രാറ്റിഫൈ ചെയ്യാൻ, അപ്പൊ ആ ഒരു നീഡ് ഓവറായിട്ടും ഗ്രാറ്റിഫൈ ചെയ്താലും
അതായത് കുറവായിട്ട് ഗ്രാറ്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും അത് പിന്നീട് ഒരു ഫിക്സേഷൻ ലെവലിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. സോ ഇപ്പം നിർബന്ധമായിട്ട് നമ്മൾ പാല് കുടിക്കുന്നത് അല്ലെങ്കിൽ ഫീഡിങ് അങ്ങനെയുള്ളതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ നിർത്തി വെക്കുക അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു അണ്ടർ ഗ്രാറ്റിഫിക്കേഷൻ ലെവലിലേക്ക് പോകും. അത്തരത്തിലുള്ള കുട്ടികൾ പിന്നീട് വരുമ്പോൾ ഒരു ഓവർ ഈറ്റിംഗ് ബിഹേവിയറിലേക്കോ അല്ലെങ്കിൽ ഡ്രിങ്കിങ്, സ്മോക്കിംഗ് അങ്ങനെയുള്ള ലെവലിലേക്ക് കുട്ടികൾ പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ലേറ്റർ സ്റ്റേജിലേക്ക് വരുമ്പോൾ ചിൽഡ്രൻ എക്സ്പീരിയൻസ് പ്ലഷർ ഫ്രം ചൂയിങ് ആൻഡ് ബൈറ്റിംഗ്. അപ്പം ആ ഒരു കോൺഫ്ലിക്റ്റ് കറക്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നീട് കുട്ടികളിൽ നെയിൽ ബൈറ്റിംഗ് അതുപോലെ ഒബ്ജക്റ്റ് ചൂയിങ് ആയിട്ട് നമുക്ക് ഒബ്ജക്റ്റ് ചൂയിങ് ബിഹേവിയേഴ്സ് അഡൽഹുഡിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് എയ്നൽ സ്റ്റേജ് ആണ്. 18 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള ഒരു സമയമാണ് സ്റ്റേജ് 2 എയ്നൽ സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ സമയത്ത് കുട്ടിയുടെ ഒരു പ്ലഷർ പോയിന്റ് അല്ലെങ്കിൽ പ്ലഷർ ഏരിയ എന്ന് പറയുന്നത് ബോവൽ ആൻഡ് ബ്ലാഡർ മൂവ്മെന്റിലൂടെ കിട്ടുന്നതാണ്. സോ ആ ഒരു എയ്നൽ റീജിയനിൽ വരുന്ന പ്ലഷറാണ് ആ കുട്ടി ആ സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് പറയുന്നത്. അപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ വളരെ ഹാർഷായിട്ടും അതുപോലെ വളരെ ലീനിയൻ്റ് ആയിട്ടും നമ്മൾ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ആ സമയത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ട്രെയിനിങ് ആണ് കൊടുക്കുന്നതെങ്കിൽ പിന്നീട് ഫിക്സേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ ഒരു വളരെ ലീനിയൻ്റ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കിട്ടുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പം അവര് പൊതുവെ സെൽഫ് കൺട്രോൾ വളരെ കുറവും വളരെ മെസ്സി ആയിട്ടുള്ളൊരു കുട്ടിയും പക്ഷേ ജനറസ് ആയിട്ടുള്ളൊരു കുട്ടി ആവാനായിട്ട് സാധ്യതയാണ് കൂടുതൽ. അതുപോലെ കൂടുതൽ ഹാർഷ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന കുട്ടിയാവുമ്പം അവർ കൂടുതൽ ടൈഡി, ഓർഡർലി ആയിരിക്കാം, പക്ഷെ ഒരു മീൻ ലെവലിലായിരിക്കും നമ്മൾ അവരെ കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഏനൽ റിറ്റൻറ്റീവ് എന്നാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആളുകളിൽ പറയുന്ന പേര്. അടുത്തത് ഫാലിക് സ്റ്റേജ് ആണ്. 3 മുതൽ 5 വയസ്സ് വരെ കുട്ടികളിലാണ് ഈ ഒരു സ്റ്റേജ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ ഈ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ജെനിറ്റൽ റീജിയൻസ് ആണ് അവരുടെ ഒരു പ്ലഷർ റീജിയൻ ആയിട്ട് അവർ പറയുന്നത്. സോ ഫാലിക് എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിരിക്കുന്നത്, അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് പെനിസ് എന്നാണ്. ഗ്രീക്ക് വേർഡ് ഫാലോസിൽ നിന്നാണ് ആ ഒരു വാക്ക് വന്നിരിക്കുന്നത്. അപ്പൊ കുട്ടികള് ജെനിറ്റൽ റീജിയനിൽ ടച്ച് ചെയ്യുകയും നോയിങ്ലി ഓർ അൺനോയിങ്ലി അതുപോലെ ടച്ച് ചെയ്യുമ്പോഴാണ് കുട്ടികൾക്ക് ആ ഒരു പ്ലഷർ കിട്ടുന്നതായിട്ട് പറയുന്നത്. ഈ ഒരു പീരീഡിലാണ് ഇപ്പോൾ ഒരു മെയിൽ ചിൽഡ്രൻ കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യുക ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് അവർ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് സെക്ഷൽ ഫീലിംഗ് ടുവേർഡ്സ് ദെയർ മദർ ആണ് അവിടെ വരുന്നത്. അതുപോലെ ഫാദറിനോട് അപ്പോൾ ആ സമയത്ത് ഇവർക്കൊരു റൈവൽറി തോന്നുന്ന ഒരു അവസ്ഥയുമുണ്ട്. ആസ് വെൽ ആസ് എ ത്രെറ്റ് ഓഫ് ഗെറ്റിംഗ് പണിഷ്ഡ് ബൈ ദ ഫാദർ ഫോർ ഹാവിങ് എ ഡിസയർ ഫോർ മദർ. ഈ ഒരു സ്റ്റേജ് ആണ് കുട്ടികളുടെ ഉണ്ടാവും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുന്നത്. സോ മെയിൽ ചൈൽഡ് എക്സ്പീരിയൻസ് ഈഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് എ ഫീമെയിൽ ചൈൽഡ് ദേ എക്സ്പീരിയൻസ് ഇലക്ട്ര കോംപ്ലക്സ്. So sexual attraction for father, feeling of rivalry for mother, and a threat of getting punished by the mother for having this feeling towards father. സോ സക്സസ്ഫുൾ റെസൊല്യൂഷൻ, അപ്പൊ ഈ ഒരു കോംപ്ലക്സിൽ നിന്നും അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു സക്സസ്ഫുൾ റെസൊല്യൂഷൻ വന്നു കഴിയുമ്പോൾ ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു സെക്ഷൽ ഐഡന്റിറ്റി നമ്മളിൽ സംഭവിക്കും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ്. അടുത്തത് ലേറ്റൻസി സ്റ്റേജ് ആണ്. 6 to 12 ഇയേഴ്സ്, 6 മുതൽ 12 വയസ്സ് വരെയുള്ള പ്രായമാണ്. അപ്പൊ ഈ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു എനർജിയിലല്ല അവർ ഫോക്കസ് ചെയ്യുന്നത്, മറിച്ച് അവരുടെ ഒരു ചാനലൈസേഷൻ വരുന്നത് എഡ്യൂക്കേഷൻ, സ്പോർട്സ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ്. ഈ ഒരു പീരീഡിലാണ് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ സ്കിൽസ്, സോഷ്യൽ സ്കിൽസും സ്പോർട്സ് സ്കിൽസ്, എഡ്യൂക്കേഷൻ സ്കിൽസ് ഒക്കെ ഏറ്റവും കൂടുതൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പീരീഡാണ് ലേറ്റൻസി സ്റ്റേജ് എന്ന് പറയുന്നത്. ലാസ്റ്റ് സ്റ്റേജ് ഇദ്ദേഹത്തിൽ പറയുന്നത് ജെനിറ്റൽ സ്റ്റേജ് ആണ്. 13 ഇയേഴ്സ് മുതൽ അഡൽഹുഡ് വരെയുള്ള ഒരു പീരീഡ് ആണ് ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ആ സെക്ഷൽ എനർജി വീണ്ടും തിരിച്ചു വന്നിരിക്കുക. അപ്പം ലേറ്റൻസി സ്റ്റേജിൽ നിന്ന് തിരിച്ച് ജെനിറ്റൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ ആ സെക്ഷൽ എനർജി റിട്ടേൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദ പ്രീവിയസ് സ്റ്റേജ്. അപ്പം ഈ ഒരു പ്രീവിയസ് സ്റ്റേജ്, ഇതിന് തൊട്ട് മുന്നത്തെ സ്റ്റേജിലേക്ക് ഈ ഒരു സ്റ്റേജ് നമ്മൾ കഴിയുമ്പോഴേക്കും ഒരു മെച്യൂർ ആയിട്ടുള്ള ഒരു ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് ഒരു ഓപ്പോസിറ്റ് സെക്സ് ഉള്ള ആളുമായിട്ട് നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുന്നത്. വെറാസ് അൺറിസോൾവ്ഡ് ഇഷ്യൂസ് ഓഫ് പ്രീവിയസ് psychosexual stages will start exhibiting during adulthood, leading to difficulty in establishing healthy intimate relationship with the opposite sex. So ഫ്രോയിഡിന്റെ ഒരു വ്യൂ പോയിന്റ്, ഫ്രോയിഡിന്റെ ഒരു തിയറി പേര് എന്ന് പറയുന്നത് സൈക്കോ അനലിറ്റിക് തിയറി എന്നാണ്. അപ്പൊ പൊതുവെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ്
ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം ഈ ഒരു സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഒരു തെറപ്പിയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഡ്രീം അനാലിസിസ്, അനാലിസിസ് ഓഫ് ട്രാൻസ്ഫറൻസ്, അനാലിസിസ് ഓഫ് ഇൻഡിഫറൻസ്, ഇത്തരം മെത്തേഡ്സ് ആണ് അവർ ഉപയോഗിക്കുന്നത്. സോ ഈ പറഞ്ഞ ഈ 5 സ്റ്റേജസിൽ വരുന്ന ഇഷ്യൂസ് അത് സോർട്ട് ചെയ്യുക, അതിപ്പോൾ കറക്റ്റായിട്ടും ആ ഒരു കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്താൽ നമുക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവും വിത്ത് ഓപ്പോസിറ്റ് സെക്സ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വ്യൂ പോയിന്റ്. അതുകൊണ്ടാണ് ഈ ഒരു പീരീഡിനെ നമ്മൾ ഈ ഒരു സ്റ്റേജസിനെ നമ്മൾ സൈക്കോ സെക്ഷൽ സ്റ്റേജസ് ഫോർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത്രയാണ് നമ്മൾ ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ്സ് പറയുന്നത്. ഒന്ന് കോൺഷ്യസ്, അൺകോൺഷ്യസ്, conscious, pre-conscious and unconscious levels of mind, then structure of personality, id, ego, superego, then ego defense mechanism നമ്മൾ പറഞ്ഞു. then അടുത്തത് psychosexual stages of development, 5 stages നമ്മൾ മെൻഷൻ ചെയ്തു. അടുത്തത് നിയോ ഫ്രോയിഡിയൻസിനെ പറ്റിയിട്ടാണ്. നിയോ ഫ്രോയിഡിയൻസ് എന്ന് പറയുന്നത് ഫ്രോയിഡിന്റെ തന്നെ ഫോളോവേഴ്സും അതുപോലെ ഡിഫക്റ്റേഴ്സ് ഓഫ് ഫ്രോയിഡ് നമ്മൾ പറയാം. അപ്പം ഇവര് ഇനീഷ്യലി ഇദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്തിരുന്നു, പിന്നെ ലേറ്റർ ദേ ഡിഫക്റ്റഡ് ആൻഡ് ഡെവലപ്ഡ് ദെയർ ഓൺ തിയറീസ്. അപ്പൊ നിയോ ഫ്രോയിഡിയൻസിൽ വരുന്ന വ്യക്തികളാണ് ആഡ്ലർ, ഹോർണി, ഫ്രോം, എറിക് ഫ്രോം, ദെൻ കാൾ യുങ് ആൻഡ് എറിക്സൺ. ഇതില് ആഡ്ലറിന്റെയും യുങ്ങിന്റെയും തിയറീസ് ആണ്. യുങ് എന്നാണ് നമ്മളത് പ്രൊനൗൺസ് ചെയ്യേണ്ടത്, ജങ് എന്നല്ല. ആഡ്ലറിന്റെയും യുങ്ങിന്റെയും തിയറീസ് ആണ് നമ്മളിപ്പോൾ ഇനി കവർ ചെയ്യാൻ പോകുന്നത്. സോ ആഡ്ലറിന്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് എവ്രി വൺ, എല്ലാ വ്യക്തിയും, ആൽഫ്രഡ് ആഡ്ലർ എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം, ഓസ്ട്രിയൻ മെഡിക്കൽ ഡോക്ടർ ആയിരുന്നു. ആൻഡ് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു ദ സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അപ്പൊ നമ്മളുടെ സാമൂഹിക ചുറ്റുപാടിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുത്തിട്ടാണ് ഇദ്ദേഹത്തിന്റെ തിയറിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇൻഡിവിജ്വൽ സൈക്കോളജി എന്നാണ് ഇദ്ദേഹത്തിന്റെ തിയറിയുടെ പേര് പറയുന്നത്. ഫ്രോയിഡിന്റെ തിയറിയിൽ പറയുന്നത് സൈക്കോ അനലിറ്റിക് തിയറിയാണ്. നിയോ ഫ്രോയിഡിയൻസിന്റെ തിയറീസിൽ സൈക്കോ ഡൈനമിക് തിയറി എന്ന് നമുക്ക് പറയാം, അതുപോലെ നിയോ ഫ്രോയിഡിയൻ തിയറീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. ദെൻ ആൽഫ്രഡ് അഡ്ലറിന്റെ വ്യൂ പോയിന്റ് അനുസരിച്ച് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ആണ് ഒരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്യുമ്പോൾ സോഷ്യൽ കോണ്ടെക്സ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇദ്ദേഹം പറഞ്ഞിരുന്നത്. So everyone strives to attain glory, power, superiority and overcome all obstacles of life. ഇതാണ് ഇദ്ദേഹം സജസ്റ്റ് ചെയ്തിരുന്ന വ്യൂ പോയിന്റ്. സോ ആഡ്ലർ പറഞ്ഞത് നമ്മൾക്ക് എല്ലാ വ്യക്തിക്കും ഒരു സ്ട്രൈവിംഗ് ഫോർ പെർഫെക്ഷൻ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സോ അതൊരു ഇന്നേറ്റ് ഡിസയർ ആണ്. അത് ഇൻബോൺ ആയിട്ട് നമ്മൾ ബൈ ബർത്ത് നമുക്ക് ആ ഒരു ഡിസയർ എല്ലാ വ്യക്തികളിലും ഉണ്ടാവും. ആൻഡ് അത്തരത്തിലുള്ള ഡിസയർ ആണ് നമ്മൾക്ക് ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയായി നമ്മളെ മാറ്റാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ പറയുന്നത്. സോ ഇതാണ് ആദ്യം പറഞ്ഞ ടേം എന്ന് പറയുന്നത് സ്ട്രൈവിംഗ് ഫോർ പെർഫെക്ഷൻ. സോ ഇതില് പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇൻഫീരിയോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സിനെ പറ്റിയിട്ടാണ്. സോ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനിച്ചു വീഴുമ്പം എല്ലാ കുട്ടികളും ലെസ് കേപ്പബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്, അതുപോലെ വളരെ വീക്കാണ്, ഡിപ്പെൻഡന്റ് ആണ്. അപ്പം അങ്ങനെ വരുമ്പം ഈ കുട്ടികൾക്ക് തന്നെ ഓൾഡർ സിബ്ലിങ്സിനെ വെച്ചിട്ടും അതുപോലെ പേരൻസിനെ വെച്ചിട്ടും കെയർ ഗീവേഴ്സിനെ ഒക്കെ കമ്പയർ ചെയ്യുമ്പം അവർ വളരെ ഇൻഫീരിയർ ആണ് എന്ന് തോന്നാറുണ്ട്. അപ്പൊ ഈ ഇൻഫീരിയോറിറ്റി ഫീലിംഗ് എന്ന് പറയുന്നത് അത് ഇന്നേറ്റ് ആണ്, അത് നാച്ചുറൽ ആണ്. ഇപ്പൊ കുട്ടികൾ അത് ഓവർകം ചെയ്യുക, ഈ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് കറക്റ്റ് ആയിട്ട് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു സക്സസ്ഫുൾ അല്ലെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ഫീലിംഗ് ഉണ്ടാവും. സോ ആ ഒരു ഇൻഫീരിയോറിറ്റി ഫീലിംഗ് ഓവർകം ചെയ്യുന്നത് ഒരു ഒപ്റ്റിമൽ ഡെവലപ്മെന്റിന് ആവശ്യവുമാണ്. അപ്പോൾ ഇത് കോമ്പൻസേറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടികളിൽ ചെറുപ്പത്തിലെ അത് കോമ്പൻസേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ഓവർ കോമ്പൻസേറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുമാണ്. ഓക്കെ, സോ എല്ലാ വ്യക്തികളിലും ഈ ഒരു ഫീലിംഗ് ഓഫ് ഇൻഫീരിയോറിറ്റി ഉണ്ട്, എല്ലാ കുട്ടികളിലും, ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളിലും. കാരണം അവർ വീക്കാണ്, ഡിപ്പെൻഡന്റ് ആണ്, ലെസ് കേപ്പബിൾ ആണ്. അവരെ ചുറ്റുമുള്ള ആളുകളെ വെച്ച് കമ്പയർ ചെയ്യും. ദെൻ അടുത്ത ഒരു വ്യൂ പോയിന്റ് പറഞ്ഞത് പേഴ്സണാലിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് സിബ്ലിംഗ് റൈവൽറി ആൻഡ് ബർത്ത് ഓർഡർ. സോ സിബ്ലിംഗ് റൈവൽറി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ആദ്യം ഒരു കുഞ്ഞ് ജനിക്കുന്നു, അപ്പൊ ആ കുട്ടിക്ക് ആവശ്യം പോലെ സ്നേഹവും പരിചരണവും അതുപോലെ അഫെക്ഷനും എല്ലാം കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറൊരു ന്യൂ ബോൺ പുതിയൊരു വ്യക്തി പുതിയൊരു അതിഥി നമ്മളുടെ വീട്ടിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു അനിയനോ അനിയത്തിയോ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ കുട്ടിക്ക് ഒരു ഡീത്തോൺമെന്റ്, അല്ലെങ്കിൽ എന്നെ വേണ്ട, അല്ലെങ്കിൽ എന്നെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ലോൺലിനെസ് വരുന്നു, അങ്ങനെ ഉള്ളൊരു ചിന്തകൾ വരുമ്പോൾ അതൊരു സിബ്ലിംഗ് റൈവൽറി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ വരുന്നു.
സോ ഈ ഒരു സിബ്ലിംഗ് റൈവൽറി നമ്മളുടെ പേഴ്സണാലിറ്റി ഫോം ചെയ്ത് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ ഒരുപാട് എഫക്ട് ചെയ്യുന്നതായിട്ട് പറയാറുണ്ട്. അടുത്തത് ബർത്ത് ഓർഡർ ആണ്. ബർത്ത് ഓർഡറും പേഴ്സണാലിറ്റി എഫക്ട് ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ്, അഡ്ലറിന്റെ വ്യൂ പോയിന്റ് അനുസരിച്ച് ഫസ്റ്റ് ബോൺ ചിൽഡ്രൻ എന്ന് പറയുന്നത് അവർ വളരെ റെസ്പോൺസിബിൾ ആയിരിക്കും, ഒബീഡിയന്റ് ആയിരിക്കും, അതുപോലെ ഇന്റലിജന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സെക്കൻഡ് ബോൺ ആയിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് കൂടുതലും ഒരു സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് സ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് കൂടുതലായിട്ടും അവരെ കാണാൻ സാധിക്കാറുണ്ട്. ദേ ആർ ജനറലി ട്രസ്റ്റിംഗ്, അക്സെപ്റ്റിംഗ് ആൻഡ് അതർ സെന്റേർഡ്. ദെൻ ലാസ്റ്റ് ബോൺ, അതായത് ഇപ്പോൾ തേർഡ് ബോൺ ചൈൽഡ് എക്സിബിറ്റ്സ് സ്ട്രോങ്, third born child exhibits strong security, high self-esteem, but less competitiveness. Then last born എന്ന് പറയുന്ന ഒരു കുട്ടി എന്ന് പറയുമ്പം അവരൊരിക്കലും ഡീത്തോൺ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. ഇപ്പൊ ഫാമിലിയിൽ എപ്പോഴും അവരൊരു ബേബി ആയിട്ട് തന്നെ നിൽക്കും. സോ ഈ പറഞ്ഞ ഫാക്ടേഴ്സ്, സിബ്ലിംഗ് റൈവൽറി ആൻഡ് ബർത്ത് ഓർഡർ, ദെൻ ഇൻഫീരിയോറിറ്റി ആൻഡ് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, ദെൻ സ്ട്രൈവിംഗ് ഫോർ പെർഫെക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് അഡ്ലറിന്റെ തിയറിയിൽ പറഞ്ഞത്. അപ്പം ഇത്രയും ഈ പറഞ്ഞ കോൺസെപ്റ്റ്സ് എല്ലാം നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ അല്ലെങ്കിൽ ഗ്രോത്തിനെ എഫക്ട് ചെയ്യുന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ സൈക്കോളജിയിൽ പറയുന്നത്. അടുത്തത് കാൾ യുങ്ങിന്റെ തിയറിയാണ്. കാൾ ഗസ്റ്റാവ് യുങ് എന്നാണ് ഇദ്ദേഹത്തിന്റെ ഫുൾ നെയിം. സ്വിസ് സൈക്യാട്രിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ തിയറി പറയുന്നത് അനലിറ്റിക്കൽ സൈക്കോളജി എന്നാണ്. സോ ഇദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റിൽ കളക്റ്റീവ് അൺകോൺഷ്യസിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഹിം, ഡ്യൂ ടു എവല്യൂഷണറി പ്രോസസ് ആൻഡ് കോമൺ ആൻസിസ്റ്റേഴ്സ്, വി ഓൾ ക്യാരി സം കോമൺ പാസ്റ്റ് ആൻഡ് കളക്ഷൻ ഓഫ് ദിസ് ആൻസിസ്ട്രൽ past is part of our unconscious known as collective unconscious. അപ്പം എല്ലാ വ്യക്തികളും ഇതുപോലെ ഒരു കളക്റ്റീവ് അൺകോൺഷ്യസ് ഉണ്ട് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. സോ ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ്. ഈ കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറയുന്നത് അതൊരു നമ്മളുടെ ഒരു സ്റ്റോർ ഹൗസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. It consists of the archetypes and concepts which represent experiences that are primitive and from our ancestral heritage. For example, conceptions about rebirth. ഇപ്പം ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടും അല്ലെങ്കിൽ ഓരോ ചിന്തകളെ കുറിച്ചുള്ള നമ്മളൊരു വ്യൂ പോയിന്റ്, അതിനെയാണ് നമ്മൾ കളക്റ്റീവ് അൺകോൺഷ്യസ്. അത് ചെറുപ്പം മുതലേ അല്ലെങ്കിൽ നമ്മളുടെ പൂർവികർ മുതലേ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന എക്സ്പീരിയൻസസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കണക്കിലെടുക്കുന്ന ചില കാര്യങ്ങളെയാണ് നമ്മുടെ ആ കളക്റ്റീവ് അൺകോൺഷ്യസിൽ വരുന്നത്. സോ ഒരു റീബർത്ത് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എന്താ വരുന്നത്, ദൈവം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സാത്താൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് എന്താണ് വരുന്നത്, എന്തൊരു പിക്ചറാണ് വരുന്നത്, ഇതെല്ലാം കളക്റ്റീവ് അൺകോൺഷ്യസിലാണ് വരുന്നത്. സോ ദ എലമെന്റ്സ് ഓഫ് അവർ കളക്റ്റീവ് അൺകോൺഷ്യസ് ഹാവ് ബീൻ ടേംഡ് by Jung as archetypes. It is shared by all humans and have some overarching qualities. He described various types of archetypes such as self-knowing about the wholeness of one's own identity. ഇപ്പോൾ പേഴ്സണ എന്ന് പറയുമ്പോൾ വളരെ ജെനുവിൻ അല്ല, പക്ഷെ ജെനുവിൻ ആയിട്ടുള്ള ഒരു സെൽഫ് അല്ല, പക്ഷെ ഈ ഒരു സെൽഫാണ് നമ്മൾ കാണിക്കുന്നത്. സോ അതാണ് പേഴ്സണ എന്ന് പറയുന്നത്. നമ്മളൊരു മാസ്ക് എന്ന് നമ്മൾ പറയുന്ന പോലെ. അതുപോലെ അനിമ എന്ന് പറയുന്നത് മെന്നിൽ വരുന്ന ഒരു ഫെമിനിൻ സൈഡിനെ അനിമ എന്ന് പറയുന്നു. അതുപോലെ ഫീമെയിലിൽ വരുന്ന ഒരു മാസ്കുലിൻ സൈഡ് നമ്മൾ അനിമസ് എന്ന് പറയുന്നു. ദെൻ ഷാഡോ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണാലിറ്റിയുടെ ഒരു ഡാർക്കർ സൈഡിനെയാണ് നമ്മൾ ഷാഡോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്തത് സോ ഇത്രയാണ് നമ്മളൊരു സൈക്കോ ഡൈനമിക് അപ്രോച്ചിൽ പറയുന്നത്, കാൾ യുങ്ങിനെ പറ്റിയിട്ടും ആൽഫ്രഡ് അഡ്ലറിനെ പറ്റിയിട്ടും. അടുത്തത് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് ആണ്. സോ ആദ്യം നമ്മൾ പറയുന്നത് അനലിറ്റിക്കൽ അപ്രോച്ച് ആയിരുന്നു ഫ്രോയിഡിന്റെ ബേസിസിൽ പറഞ്ഞത്. ദെൻ സൈക്കോ ഡൈനമിക് അപ്രോച്ച് പറഞ്ഞു. അടുത്തത് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്. ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൽ പറയുന്നത് നമ്മളുടെ ബിഹേവിയറിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബിഹേവിയറിൽ വരുന്ന ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പ്, അതുപോലെ റീഇൻഫോഴ്സ്മെന്റും പണിഷ്മെന്റിനും അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഓരോ വ്യക്തികളുടെയും ഒരു വ്യക്തിത്വം വികസിച്ച് വരുന്നത് എന്നുള്ളതാണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൽ പറയുന്നത്. ജോൺ ബി വാട്സണും അതുപോലെ BF സ്കിന്നറും ഇവർ രണ്ടുപേരുമാണ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ബിഹേവിയറിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രണ്ട് വ്യക്തികൾ. So stimulus response relationship and the role of reinforcement in the behavioral process have always been the focus of study among behaviorists. So ഇവരുടെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് ടു അണ്ടർസ്റ്റാൻഡ് പേഴ്സണാലിറ്റി, ഒരു പേഴ്സണാലിറ്റിയെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻഷിപ്പും മനസ്സിലാക്കണം, അതുപോലെ റീഇൻഫോഴ്സ്മെന്റ് എന്താണെന്നും മനസ്സിലാക്കണം. സോ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മളെ റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ള റെസ്പോൺസസ്, ഇതിന്റെ ഒരു കളക്ഷൻ ആയിട്ടാണ് നമ്മുടെ പേഴ്സണാലിറ്റിയെ നമ്മൾ മനസ്സിലാക്കുന്നത് ബിഹേവിയറിസ്റ്റിക് വ്യൂ പോയിന്റ് അനുസരിച്ച്.
So there are basically 3 major theories. ഇതിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഇൻസ്ട്രുമെന്റൽ ഓർ ഓപ്പറന്റ് കണ്ടീഷനിങ് ആൻഡ് ഒബ്സർവേഷണൽ ലേണിംഗ്. നമ്മൾ ലേണിംഗിന്റെ ചാപ്റ്റർ പഠിച്ചപ്പം ഈ തിയറീസിനെ പറ്റിയിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. സോ വാട്ട് വി ആർ ഈസ് എ റിസൾട്ട് ഓഫ് അവർ ലേണിംഗ്. ഇതാണ് ബിഹേവിയറിസത്തിന്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. നമ്മൾ ഞാനിപ്പോ ഈ ഇരിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് അവർ ലേണിംഗ്. അപ്പൊ നമ്മൾ തെറ്റായി പഠിച്ചാൽ തെറ്റായ ഒരു വ്യക്തിയായി നമ്മൾ മാറുന്നു. അപ്പൊ നമ്മൾ എന്താണ് ശരിയെന്നും എന്താണ് തെറ്റെന്നും, എന്ത് റീഇൻഫോഴ്സ്മെന്റ്, എന്ത് പണിഷ്മെന്റ്, എന്ത് ഒബ്സർവേഷൻ, ഇതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ലേണിംഗ് വരുന്നത്. ഈ ലേണിംഗ് അനുസരിച്ചിട്ടാണ് നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൽ പറയുന്നത്. അടുത്തത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ്. ഇതിനൊരു തേർഡ് ഫോഴ്സ് അല്ലെങ്കിൽ തേർഡ് അപ്രോച്ച് ഇൻ സൈക്കോളജിയിലാണ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് അനുസരിച്ച് എല്ലാ വ്യക്തികളും നല്ലതാണ്, അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും ഈക്വൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. ഈ പൊട്ടൻഷ്യൽ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോയാൽ നമ്മൾ എല്ലാവരും ഒരു ഹെൽത്തി പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സെൽഫ് ഫുൾഫില്ലിംഗ്, ഫുള്ളി ഫങ്ഷനിങ് പേഴ്സണാലിറ്റി ആയി മാറും എന്നുള്ളതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പറയുന്നത്. സോ എല്ലാ വ്യക്തികളിലും ഒരു അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുകയും ഒരു ആക്യുറേറ്റ് എംപത്തി കൊടുക്കുകയും അങ്ങനെ ഒരു അത്തരത്തിലൊരു ക്ലൈമറ്റ് നമ്മൾ എല്ലാ വ്യക്തികളിലും കൊടുത്താൽ അതനുസരിച്ച് ആ വ്യക്തികളിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും, ഒരു സെൽഫ് ഫുൾഫില്ലിംഗ് പേഴ്സണാലിറ്റി ആയിട്ട് ആ വ്യക്തി മാറും എന്നുള്ളതാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പറയുന്നത്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ മെയിൻ നമ്മൾ പറയുന്നത് കാൾ റോജേഴ്സിന്റെയും അതുപോലെ മാസ്ലോന്റെ തിയറീസുമാണ്. സോ കാൾ റോജേഴ്സ് എന്ന് പറയുന്നത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ് ആൻഡ് മാസ്ലോന്റെ കൊളീഗാണ്. സോ കാൾ റോജേഴ്സിന്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് ക്ലയന്റ് സെന്റേർഡ് ലെവലിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. സോ ഒരു ഓർഗനിസത്തിന് അല്ലെങ്കിൽ ഒരു പേഴ്സണിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ വ്യക്തിയെ മനസ്സിലാക്കി ആ വ്യക്തിയുടെ ഒരു സെൽഫ് കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് കാൾ റോജേഴ്സ് സംസാരിച്ചത്. സോ ബേസിക്കലി 2 ടൈപ്സ് ഓഫ് സെൽഫാണ് നമുക്കുള്ളത് എന്നാണ് പറയുന്നത്, ഐഡിയൽ സെൽഫും റിയൽ സെൽഫും. ഇപ്പൊ റിയൽ സെൽഫ് എന്ന് പറയുന്നത് ഞാൻ എന്താണോ അതാണ് നമ്മുടെ ഒരു റിയൽ സെൽഫ് എന്ന് പറയുന്നത്. ഐഡിയൽ സെൽഫ് എന്ന് പറയുന്നത് ഞാൻ എന്താണ് വിഷ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഡിസയർ, അതാണ് ഐഡിയൽ സെൽഫിൽ പറയുന്നത്. ഇപ്പൊ റോജേഴ്സിന്റെ ഒരു വ്യൂ പോയിന്റ് അനുസരിച്ച് ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിൽ ഒരു ചേർച്ച വന്നാൽ നമ്മൾ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്ക് നമ്മൾ പോവും, ഒരു ഹയസ്റ്റ് പൊട്ടൻഷ്യൽ നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും, ഒരു ഫുള്ളി ഫങ്ഷനിങ് പേഴ്സൺ ആയിട്ട് നമ്മൾ മാറും എന്നുള്ളതാണ്. ദെൻ ഐഡിയൽ സെൽഫും റിയൽ സെൽഫും തമ്മിൽ ഇൻകോൺഗ്രുവൻസ് വന്നാൽ, ഒരു മിസ്മാച്ച് വന്നാൽ, ദാറ്റ് ക്രിയേറ്റ്സ് സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി അമംഗ് ഇൻഡിവിജ്വൽസ്. അതാണ് ഒരു ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ പറയുന്നത് അക്കോർഡിംഗ് ടു കാൾ റോജേഴ്സ്. So if an individual is receiving unconditional positive regard, ഒരു കണ്ടീഷനും ഇല്ലാതെ ഒരു പോസിറ്റീവ് റിഗാർഡ് ഒരു വ്യക്തിക്ക് കിട്ടുവാണെങ്കിൽ ആ വ്യക്തിയുടെ ഒരു വെർത്ത് മനസ്സിലാക്കാൻ സാധിക്കുകയും അതുവഴി അദ്ദേഹത്തിന് ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്ക്, ഒരു സെൽഫ് റിയലൈസേഷൻ ലെവലിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് കാൾ റോജേഴ്സിന്റെ വ്യൂ പോയിന്റിൽ പറയുന്നത്. അടുത്തത് മാസ്ലോന്റെ തിയറിയാണ്. മാസ്ലോസ് തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്നാണ് ഇതിന് പറയുന്നത്. സോ ഇദ്ദേഹത്തിന്റെ ഒരു തിയറി അനുസരിച്ച് ഒരു വ്യക്തിയിൽ ഇത്രയും നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യം വരുന്നത് ഒരു ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാന്നാണ്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ബ്രീതിങ്, ഫുഡ്, വാട്ടർ, സെക്സ്, സ്ലീപ്പ്, ഹോമിയോസ്റ്റാസിസ്, എക്സ്ക്രീഷൻ, ഇത്രയാണ് ഒരു ഫിസിയോളജിക്കൽ നീഡ് ഫസ്റ്റ് ഒരു മനുഷ്യനിൽ വരുന്നത്. അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് വരുന്നു. അവിടെ ഒരു സെക്യൂരിറ്റി നീഡാണ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സെക്യൂരിറ്റി ഓഫ് ബോഡി, എംപ്ലോയ്മെന്റ്, റിസോഴ്സസ്, മൊറാലിറ്റി, ഫാമിലി, ഹെൽത്ത്, പ്രോപ്പർട്ടി, ഇതാണ് ഒരു സേഫ്റ്റി ലെവലിലേക്ക് വരുന്നത്. ഇപ്പൊ ഈ സേഫ്റ്റി ലെവൽ അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് വരും. ഇതൊരു ഹൈറാർക്കി ലെവലിലാണ്, ഓരോ സ്റ്റേജ് കഴിഞ്ഞാണ് നമ്മൾ അടുത്തടുത്ത സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പം സേഫ്റ്റി ആയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഒരു ലൈവ് അല്ലെങ്കിൽ ഒരു ബിലോങ്ങിങ്നെസ് നീഡാണ് പിന്നെ അടുത്ത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി, സെക്ഷൽ ഇൻറ്റിമസി, ഇതെല്ലാമാണ് ആ ഒരു സ്റ്റേജിൽ വരുന്നത്. ലാസ്റ്റ് അതിനുശേഷം വരുന്നത് എസ്റ്റീം നീഡാണ്. എസ്റ്റീം നീഡിൽ സെൽഫ് എസ്റ്റീം, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർ റെസ്പെക്ട് കിട്ടുക, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, ഈ ഒരു നീഡ്സ് ആണ് സെൽഫ് എസ്റ്റീം നീഡ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഇതെല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്താൽ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഇതുവരെ എസ്റ്റീം നീഡ് വരെ നമ്മൾ പറയുന്നത് ഡെഫിഷ്യൻസി നീഡും, സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഗ്രോത്ത് നീഡുമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഹയർ ലെവൽ
ഒരു നിന്നുകൊണ്ടുള്ള നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് ആണ് പറയുന്നത്. സോ അവിടെ ഏറ്റവും നമ്മളുടെ ഒരു നീഡ് എന്ന് പറയുന്നത് മൊറാലിറ്റി, ക്രിയേറ്റിവിറ്റി, സ്പോണ്ടേനിറ്റി, പ്രോബ്ലം സോൾവിംഗ്, ലാക്ക് ഓഫ് പ്രെജുഡിസ്, അക്സെപ്റ്റൻസ് ഓഫ് ഫാക്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് സെൽഫ് ആക്ച്വലൈസേഷൻ ലെവലിലേക്ക് വരുമ്പോൾ നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. Each individual has a basic need to maximize his or her own potentials to the best of their ability, thus emphasizing the innate tendency towards personal growth. So we need to shift our focus to the optimistic nature of the individual. Individual ഒരു optimistic nature-ലേക്ക് നമ്മളെ എത്തിക്കുകയാണ് മാസ്ലോ തിയറി ഓഫ് സെൽഫ് ആക്ച്വലൈസേഷനിൽ പറയുന്നത്. സോ ഓരോ ഹയർ ഓർഡർ നീഡ്സിലേക്ക് നമ്മൾ എത്തണമെങ്കിലും നമ്മൾ അതിനു മുന്നേ ലോവർ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വ്യൂ പോയിന്റ്. സെൽഫ് ആക്ച്വലൈസേഴ്സിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. മോർ എഫിഷ്യന്റ് പെർസെപ്ഷൻ ഓഫ് റിയാലിറ്റി, അക്സെപ്റ്റൻസ് ഓഫ് വൺ സെൽഫ്, അതേഴ്സ് ആൻഡ് നേച്ചർ, സ്പോണ്ടേനിറ്റി, സിംപ്ലിസിറ്റി, നാച്ചുറൽനെസ്, പ്രോബ്ലം സെന്റേർഡ്, ഡിറ്റാച്ച്മെന്റ്, ഓട്ടോണമി, കണ്ടിന്യൂഡ് ഫ്രഷ്നെസ് ഓഫ് അപ്രീസിയേഷൻ. ഇങ്ങനെ പോകുന്നു സെൽഫ് ആക്ച്വലൈസിങ് പീപ്പിളിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. സോ ഫിലോസഫിക്കൽ സെൻസ് ഓഫ് ഹ്യൂമർ, ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ മീൻസ് ആൻഡ് എൻഡ്, ക്രിയേറ്റീവ്നെസ്, സോഷ്യൽ ഇൻട്രസ്റ്റ്, എക്സെട്ര. സോ ഇത്രയാണ് ഫസ്റ്റ് ഹ്യൂമനിസ്റ്റിക് തിയറീസിൽ വരുന്നത്. അടുത്തത് ട്രേറ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. ട്രേറ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ പറയുന്നത് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ചില കോമ്പിനേഷൻ ട്രേറ്റ്സിൽ വരുന്ന ചില കോമ്പിനേഷൻസ് ആണ് എന്നുള്ളതാണ് പേഴ്സണാലിറ്റിയിൽ വരുന്നത്. അപ്പം ഒരു വ്യക്തി എന്ന് നമ്മൾ പറയുമ്പോൾ ആ വ്യക്തിയിൽ ചില സ്വഭാവങ്ങൾ വരുന്നു. അപ്പൊ ഈ സ്വഭാവങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മളുടെ ആ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയുന്നത്. സോ കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ്, അപ്പം ആ കോമ്പിനേഷൻ ഓഫ് ട്രേറ്റ്സ് ദാറ്റ് ഡിറ്റർമിൻ അവർ ബിഹേവിയർ എന്നുള്ളതാണ് ട്രേറ്റ് തിയറിയിൽ പറയുന്നത്. സോ ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നമ്മൾ ഒരു തിയറിയിൽ പറയുമ്പോൾ ഓഫൻ ട്രേറ്റ്സ് ആർ വ്യൂഡ് ആസ് കണ്ടിന്യൂസ് dimensions such as trait of extroversion, introversion എന്ന് പറയുമ്പോൾ എക്സ്ട്രോവേർഷൻ മുതൽ ഇൻട്രോവേർഷൻ വരെ. അപ്പൊ അതൊരു കണ്ടിന്യൂ ആണ്. ആ കണ്ടിന്യൂത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, വേറൊരു വ്യക്തി എവിടെ നിൽക്കുന്നു, അത് ആ ഒരു പൊസിഷനിൽ വരുന്ന ഡിഫറൻസ് കൊണ്ടാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ട്രേറ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റിയിൽ പറയുന്നത്. സോ എക്സ്ട്രോവേർഷൻ, ആംബിവേർഷൻ, ഇൻട്രോവേർഷൻ. എക്സ്ട്രോവേർഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രിഫറൻസ് ഫോർ മോർ സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ആണ്. ദേ ഗെറ്റ് എനർജി ഫ്രം ഔട്ട്സൈഡ് അല്ലെങ്കിൽ സോഷ്യൽ ഇന്ററാക്ഷൻസ്. ആൻഡ് ഇൻട്രോവേർഷൻ എന്ന് പറയുമ്പോൾ ദേ പ്രിഫർ ലെസ് സ്റ്റിമുലേറ്റിംഗ് എൻവയോൺമെന്റ് ആൻഡ് ദേ ഗെറ്റ് എനർജി ഫ്രം വിതിൻ. സോ എക്സ്ട്രോവേർഷൻ ടു ഇൻട്രോവേർഷൻ. അപ്പൊ ഈ ഒരു കണ്ടിന്യൂത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ശ്രദ്ധ വരുന്നത്. സോ ട്രേറ്റ് തിയറീസ് എന്ന് പറയുന്നത് ഗോർഡൻ ആൾപോർട്ട്, റേമണ്ട് കാറ്റൽ, ഹാൻസ് ഐസക്, റോബർട്ട് മെക്രി ആൻഡ് പോൾ കോസ്റ്റ, ഇവരാണ് മെയിൻ ട്രേറ്റ് തിയറീസ് നമ്മൾ പറയുന്നത്. സോ ഓൾപോർട്ടിന്റെ തിയറി അനുസരിച്ച് നമ്മൾക്ക് 3 ടൈപ്സ് ഓഫ് ട്രേറ്റ്സ് ആണ് നമ്മളെ പേഴ്സണാലിറ്റി ഗവേൺ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിനകത്ത് ഒന്ന് കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ബിഹേവിയറിൽ എല്ലാ സമയവും അല്ലെങ്കിൽ ഏതൊരു അവസ്ഥയിലും ആ ഒരു ട്രേറ്റ് എക്സ്പ്രസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം ഓൾട്രോയിസം എന്ന് പറയുന്ന ഒരു ട്രേറ്റ് അവരുടെ എല്ലാ പെരുമാറ്റത്തിലും നമ്മൾക്കത് എവിഡന്റ് ആണ് എന്ന് പറയാം. സോ ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഓണസ്റ്റി. അപ്പോൾ ഈ കാർഡിനൽ ട്രേറ്റ്സ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരിലും ഇത്രയും പ്രോമിനന്റ് ആയിട്ട് ചിലപ്പം ആ ട്രേറ്റ്സ് നിൽക്കണമെന്നില്ല. അടുത്തത് സെൻട്രൽ ട്രേറ്റ്സ്. സെൻട്രൽ ട്രേറ്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ലെസ് പെർവേസീവ് ആയിട്ട് നമുക്ക് ഈ ഇത്തരം ട്രേറ്റ്സിനെ കാണാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഇന്റലിജൻസ്, ലോയൽറ്റി, ദെൻ ഡിപ്പെൻഡബിൾ, അഗ്രസീവ്നെസ്. അപ്പൊ ചില സിറ്റുവേഷനിലൊക്കെ ചിലപ്പോൾ ഇതിനകത്തൊക്കെ ചില വ്യത്യാസങ്ങൾ വരും. എന്നാൽ കൂടി ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം നമുക്ക് ഏകദേശം ഈ ഒരു 5-10 ട്രേറ്റ്സ് നമുക്ക് ഒരു വേരിയിങ് ഡിഗ്രിയിൽ നമുക്ക് കാണാൻ സാധിക്കും സെൻട്രൽ ട്രേറ്റ്സ്. ദെൻ അടുത്തത് സെക്കൻഡറി ട്രേറ്റ്സ് ആണ്. അതൊരു ലെസ് റെലവെന്റ് ട്രേറ്റ്സ് ഓഫ് പേഴ്സണാലിറ്റി നമുക്ക് പറയാം സെക്കൻഡറി ട്രേറ്റ്സ്. ഫോർ എക്സാമ്പിൾ അതൊരു ഇപ്പോൾ ഒരു ഹെയർ സ്റ്റൈൽ പ്രിഫറൻസ് അല്ലെങ്കിൽ ഡ്രസ് പ്രിഫറൻസ്, കളർ പ്രിഫറൻസ്, ഇതൊക്കെയാണ് സെക്കൻഡറി ട്രേറ്റ്സിൽ വരുന്നത്. അടുത്തത് കാറ്റലിന്റെ ട്രേറ്റ് തിയറിയാണ്. സോ ഓൾപോർട്ടിന് പറയുമ്പോൾ സെൻട്രൽ ട്രേറ്റ്സ്, കാർഡിനൽ ട്രേറ്റ്സ്, സെൻട്രൽ ട്രേറ്റ്സ് ആൻഡ് സെക്കൻഡറി ട്രേറ്റ്സ്. കാറ്റലിന്റെ തിയറി അനുസരിച്ച് എല്ലാ വ്യക്തികളും സോഴ്സ് ട്രേറ്റ്സും സർഫസ് ട്രേറ്റ്സും ഉണ്ടെന്നാണ് പറയുന്നത്. സോഴ്സ് ട്രേറ്റ്സ് ആണ്, സർഫസ് ട്രേറ്റ്സ് ഒരു ലെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രേറ്റ്സ് ആണ്. സോഴ്സ് ട്രേറ്റ്സ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ വ്യക്തികളിലും ഉണ്ടാവുന്നത്. അപ്പം ഈ ട്രേറ്റ്സിന്റെയും നമ്മളുടെ എവിടെയാണ് പൊസിഷൻ അതനുസരിച്ചിട്ടാണ് ഒരു വ്യക്തി വേറൊരു വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് എന്നുള്ളതാണ് കാറ്റലിന്റെ ട്രേറ്റ് തിയറിയിൽ പറയുന്നത്. റേമണ്ട് ബി കാറ്റൽ എന്നാണ് ഫുൾ നെയിം. ഹി വാസ് എ ബ്രിട്ടീഷ് സൈക്കോളജിസ്റ്റ്.
കാറ്റലിന്റെ തിയറീസ് ട്രേഡ്സ് ആണ് 16 സോഴ്സ് ട്രേഡ് ഡയമെൻഷൻസ് ആണ്, വാംത്ത് മുതൽ ടെൻഷൻ വരെ. സോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ വരുന്നത് വാംത്ത് എന്ന് പറയുമ്പോൾ റിസർവ്ഡ് മുതൽ ഔട്ട് ഗോയിങ് വരെ, റീസണിങ് എന്ന് പറയുമ്പോൾ ലെസ് ഇന്റലിജന്റ് മുതൽ മോർ ഇന്റലിജന്റ് വരെ. അപ്പൊ ഈ ഒരു കണ്ടിന്യൂത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. അതുപോലെ കാറ്റില് വേറൊരു ഡിസ്റ്റിങ്ഷൻ പറഞ്ഞത് എബിലിറ്റി ട്രേഡ്സ്, ടെമ്പറമെന്റ് ട്രേഡ്സ് ആൻഡ് ഡൈനമിക് ട്രേഡ്സ്. ഇങ്ങനെ 3 രീതിയിലും ട്രേഡ്സിനെ ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എബിലിറ്റി ട്രേഡ്സ് എന്ന് പറയുന്നത് അതാണ് നമ്മളൊരു ഗോളിലേക്ക് എത്തിക്കുന്നത്, എബിലിറ്റി ട്രേഡ്സ് ആണ്. ടെമ്പറമെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഏത് രീതിയിൽ മറ്റുള്ളവർക്ക് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ടെമ്പറമെന്റ് ട്രേഡ്സ്. ഡൈനമിക് ട്രേഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മോട്ടിവേഷൻ, ഇൻട്രസ്റ്റ് ആൻഡ് അംബിഷൻ, ഇതിനെയാണ് ഡൈനമിക് ട്രേഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിൽ ഒരു ക്ലാസിഫിക്കേഷൻ കാറ്റിൽ പറഞ്ഞിട്ടുണ്ട്, അപ്പാർട്ട് ഫ്രം സോഴ്സ് ആൻഡ് സർഫസ് ട്രേഡ്സ്. അത് കൂടാതെ വീണ്ടും അദ്ദേഹം പ്രപ്പോസ് ചെയ്തിരിക്കുന്ന 2 ഡെഫിനിഷൻ അല്ലെങ്കിൽ 2 തരം ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രേഡ്സും എൻവയോൺമെന്റൽ മോൾഡ് ട്രേഡ്സും ആണ്. അടുത്തത് ഐസക്സിന്റെ ട്രേഡ് തിയറിയാണ്. ഐസക്കിന്റെ ട്രേഡ് തിയറി പറയുന്നത് നമ്മൾക്ക് 2 മേജർ പേഴ്സണാലിറ്റി ഡയമെൻഷൻസ് ആണ് ആദ്യം അദ്ദേഹം പറഞ്ഞത്, എക്സ്ട്രോവേർഷൻ മുതൽ ഇൻട്രോവേർഷൻ വരെ. അതിനകത്ത് എവിടെ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ന്യൂറോട്ടിസിസം മുതൽ സ്റ്റെബിലിറ്റി വരെ. ന്യൂറോട്ടിസിസം എന്ന് പറയുന്നത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ആണ്. ഇമോഷൻ ഇൻസ്റ്റെബിലിറ്റി മുതൽ സ്റ്റെബിലിറ്റി വരെ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ദെൻ ലാസ്റ്റ് ഒരു 3rd ഡയമെൻഷൻ കൂടി അദ്ദേഹം ആഡ് ചെയ്തിട്ടുണ്ട്, സൈക്കോട്ടിസിസം മുതൽ സോഷ്യലൈസേഷൻ വരെ. ഓക്കെ, അതാണ് ഹാൻസ് ഐസക്കിന്റെ തിയറിയിൽ പറയുന്നത്. അടുത്തത് മെഗ്രെ ആൻഡ് കോസ്റ്റയുടെ 5 ഫാക്ടർ ഓർ ബിഗ് 5 തിയറി എന്നാണ് ഇതിന് പറയുന്നത്. മെഗ്രെ ആൻഡ് കോസ്റ്റ ബിലീവ് ചെയ്തിരിക്കുന്നത് എല്ലാ ഹ്യൂമൻ പേഴ്സണാലിറ്റിയിലും പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് 5 ഫാക്ടേഴ്സിൽ ഒതുക്കാമെന്നാണ് പറയുന്നത്. ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, കൺസൈൻഷ്യസ്നെസ്, എക്സ്ട്രോവേർഷൻ, എഗ്രിയബിൾനെസ് ആൻഡ് ന്യൂറോട്ടിസിസം. ഇങ്ങനെ 5 ഫാക്ടേഴ്സിനെ പറ്റിയിട്ടാണ് അദ്ദേഹം മെൻഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാ വ്യക്തിയിലും ഈ 5 ഫാക്ടേഴ്സ് ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഇന്ത്യൻ അപ്രോച്ചിൽ നമുക്ക് സ്വഭാവത്തിനെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. സ്വഭാവ എന്നാണ് പറയുന്നത്, സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് പറയുന്നത്. സോ നമുക്ക് 3 തരത്തിലുള്ള പ്രകൃതം ഉണ്ടെന്നാണ് പറയുന്നത്. സാത്വിക്, ദെൻ 3 തരത്തിലുള്ള ഗുണങ്ങൾ നമ്മൾക്കുണ്ടെന്നാണ് പറയുന്നത്, സാത്വിക്, രജസിക് ആൻഡ് തമസിക്. ദെൻ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആണ് പറയുന്നത്. അതിന് മുന്നേ ഭഗവത്ഗീതയിലെ സാത്വിക് എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആളുകൾ വളരെ ഇമോഷണലി സ്റ്റേബിൾ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രജസിക് എന്ന് പറയുന്നത് അവരുടെ ഒരു ആക്റ്റീവ് അല്ലെങ്കിൽ ഇമോഷണൽ നേച്ചറാണ് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് കാണാൻ പറ്റുക. ദെൻ തമസിക് എന്ന് പറയുന്നത് ഇവർ കുറച്ചൊരു സ്ലഗിഷ് അല്ലെങ്കിൽ ഇഗ്നറന്റ് ആയിട്ടുള്ള ഒരു തണുപ്പൻ ആളുകളായിരിക്കും തമസിക് എന്ന് പറയുന്നത്. ദെൻ അസസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ആണ്. പേഴ്സണാലിറ്റി ബേസിക്കലി നമുക്ക് 2 രീതിയിലാണ് അസസ്മെന്റ് വരുന്നത്. ഒന്ന് സെൽഫ് റിപ്പോർട്ട് ഇൻവെന്ററി ഓർ ക്വസ്റ്റനേഴ്സ് ആണ് പറയുന്നത്. അതിൽ കാലിഫോർണിയ പേഴ്സണാലിറ്റി ഇൻവെന്ററി. ദെൻ അടുത്തത് പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ് പറയുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ അസോസിയേഷൻ ടെക്നിക്സ്, കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, കംപ്ലീഷൻ ടെക്നിക്സ്, ചോയ്സ് ഓർ ഓർഡറിംഗ് ടെക്നിക്സ്, ദെൻ എക്സ്പ്രഷൻ ടെക്നിക്സ് ആണ് പറയുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ കൂടുതൽ നമ്മളുടെ ഒരു അൺകോൺഷ്യസ് ലെവലിലുള്ള അവയർനെസ് ആണ് കൂടുതൽ നമ്മൾ ഈ ടെക്നിക്സിലൂടെ നമ്മളുടെ പേഴ്സണാലിറ്റിയിലേക്ക് എത്തിക്കുന്നത്. ദെൻ പേപ്പർ പെൻസിൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു ഒബ്ജക്റ്റീവ് ലെവൽ ഓഫ് അസസ്മെന്റ് ആണ് വരുന്നത്. പ്രൊജക്റ്റീവ് ടെക്നിക്സിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ നമ്മളുടെ ഒരു ആംബിഗ്വസ് ആയിട്ടുള്ള സ്റ്റിമുലസ് തന്ന് ആ സ്റ്റിമുലസിലൂടെ നമ്മളുടെ ഒരു വ്യക്തിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ പേഴ്സണാലിറ്റി അസസ് ചെയ്യുന്നുള്ള ഒരു മെത്തേഡാണ് പ്രൊജക്റ്റീവ് ടെക്നിക്സിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ റോഷാർക്ക് ഇൻപ്ലോട്ട് ടെസ്റ്റ്, ദെൻ ഡ്രോ എ പേഴ്സൺ ടെസ്റ്റ്, ഇതൊക്കെയാണ് പിക്ചർ അറേഞ്ച്മെന്റ് ടെസ്റ്റ്, ഇതൊക്കെയാണ് നമ്മളുടെ മെയിൻ ആയിട്ട് വരുന്ന പ്രൊജക്റ്റീവ് ടെക്നിക്സ്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കി, ഡിഫറെൻറ്റ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി നമ്മൾ മനസ്സിലാക്കി. ദെൻ നിയോ ഫ്രോയിഡിയനിസത്തിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു, ബിഹേവിയറിസത്തിനെ പറ്റിയിട്ട് പറഞ്ഞു, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി പറഞ്ഞു, ട്രേഡ് തിയറീസ് ഓഫ് പേഴ്സണാലിറ്റി, ദെൻ ഇന്ത്യൻ പെർസ്പെക്റ്റീവ്സ്, ദെൻ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് 2 മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പേപ്പർ പെൻസിൽ ടെസ്റ്റ്, ദെൻ പ്രൊജക്റ്റീവ് ടെസ്റ്റ്. പ്രൊജക്റ്റീവ് ടെസ്റ്റിലൂടെ നമ്മൾക്ക് ആ ഒരു അൺകോൺഷ്യസ് നീഡ്സ് ആൻഡ് ഡിസയേഴ്സിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണയാണ് നമുക്ക് കിട്ടുന്നത്. അതുവഴി നമ്മുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടി ജെന്യുവിൻ ആയിട്ടുള്ളൊരു അസസ്മെന്റ് എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെസ്റ്റുകളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അതിൻ്റെ ഒരു റിലയബിലിറ്റി, വാലിഡിറ്റി ഇഷ്യൂസ് ആണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. നന്ദി, നമസ്കാരം.